ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അതായത് ഒരു പാസേജ് തരും, അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. അതിനോടനുബന്ധിച്ച് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ആ പാസേജിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടെ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. അത് എന്തായാലും നമ്മൾ ചെയ്യണം. Attempt any 4 activities from activity 2 to 6. ഇപ്പോൾ ആക്ടിവിറ്റി 2 മുതൽ 6 വരെയുള്ള 5 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. അപ്പോൾ മൊത്തം നമ്മൾ 5 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പാസേജ് വായിച്ച് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. In a seaside town, there was a boy named Tommy. He loved to go near the blue sea. He loved playing on the beach and watching the waves. അപ്പോൾ in a seaside town, there was a boy named Tommy. ടോമി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. He loved to go near the blue sea. അവൻക്കിഷ്ടം കടലിൻ്റെ അടുത്തേക്ക് പോകാനായിരുന്നു. ഹി ലവ്ഡ് പ്ലേയിങ് ഓൺ ദ ബീച്ച് ആൻഡ് വാച്ചിങ് ദ വേവ്സ്. അപ്പോൾ അവൻക്കിഷ്ടം എന്തായിരുന്നു? ബീച്ചിൽ കളിക്കുക, അതേപോലെ തന്നെ തിരമാലകളെ നോക്കുന്നതും അവന് ഇഷ്ടപ്പെട്ടതായിരുന്നു. വൺ ഡേ ആസ് ടോമി വാക്ക്ഡ് അലോങ് ദ ബീച്ച് ഹി സോ സംതിങ് മൂവിങ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഒരു ദിവസം അവനങ്ങനെ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് വരുന്നത് പോലെ അവനിക്ക് തോന്നി. ഇറ്റ് വാസ് എ ഡോൾഫിൻ. അതെന്തായിരുന്നു? ഡോൾഫിൻ ആയിരുന്നു. ഇറ്റ് വാസ് സ്വിമ്മിങ് ടുവേർഡ്സ് ഹിം. അത് സ്വിമ്മിങ് ടുവേർഡ്സ് ഹിം. ടോമിയുടെ അടുത്തേക്ക് അത് നീന്തി വരികയായിരുന്നു. ടോമി ഹാഡ് നെവർ സീൻ എ ഡോൾഫിൻ ബിഫോർ. അവനാച്ച ഒരു ഡോൾഫിൻ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. സോ ഹി വാസ് ത്രിൽഡ്. അപ്പോൾ അവനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എവറി മോർണിംഗ് ടോമി ആൻഡ് ദ ഡോൾഫിൻ മെറ്റ് അറ്റ് ദ ബീച്ച്. പിന്നെ എല്ലാ ദിവസവും അവർ ബീച്ചിൽ മീറ്റ് ചെയ്തു. ദേ പ്ലേഡ് ടുഗദർ ആൻഡ് ദ ഡോൾഫിൻ ഷോട്ട് ഓഫ് ഇറ്റ്സ് അമേസിങ് സ്വിമ്മിങ് സ്കിൽസ്. അവർ ഒന്നിച്ച് കളിച്ചു. അതേപോലെ തന്നെ ഡോൾഫിന് ഒരുപാട് സ്കിൽസ് ഉണ്ട്, സ്വിമ്മിങ് സ്കിൽസ് ഉണ്ട്. അതൊക്കെ അവനിക്ക് കാണിച്ചു കൊടുത്തു. ടോമി നോട്ടീസ്ഡ് എ സ്പെഷ്യൽ പാറ്റേൺ ഓൺ ദ ഡോൾഫിൻസ് ഫിൻ. അപ്പോൾ അതിൻ്റെ ആ ഫിന്നിൻ്റെ ഒരു സ്പെഷ്യൽ പാറ്റേൺ ടോമി ശ്രദ്ധിച്ചു. ആൻഡ് ഹീ കോൾഡ് ദ ഡോൾഫിൻ സ്പോട്ടി. ഹി ഡ്രോ എ പിക്ചർ ഓഫ് സ്പോട്ടി ടു ഷോ എവരി വൺ. അപ്പോൾ അവന് എന്താണ് വിളിച്ചത്? സ്പോട്ടി എന്ന് വിളിച്ചു. അവന് സ്പോട്ടിയുടെ പിക്ചർ വരച്ചു എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ടോമി ആൻഡ് സ്പോട്ടി ഗ്രൂ സ്ട്രോങ്ങർ ഈച്ച് ഡേ. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വളർന്നു വന്നു. ദെയർ ഫ്രണ്ട്ഷിപ്പ് ബിക്കെയിം ഫേമസ് ആൻഡ് പീപ്പിൾ ഫ്രം ഫാർ ആൻഡ് നിയർ കം ടു സീ ദം പ്ലേ ഇൻ ദ ഓഷ്യൻ. അപ്പോൾ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് നാടൊട്ടും പാട്ടായി. എല്ലാവരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവരുടെ ഈ ഒരു കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. ടോമി ആൻഡ് സ്പോട്ടി എൻജോയ്ഡ് എക്സ്പ്ലോറിംഗ് ദ സീ ടുഗദർ ഷോയിങ് എവറി വൺ ദ മാജിക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദം. അവർ ആ സീ എക്സ്പ്ലോർ ചെയ്തു. ഡോൾഫിൻ്റെ അതാ കണ്ടില്ലേ പിക്ചർ? ഡോൾഫിൻ്റെ മുകളിൽ കയറി അവൻ ആ സീ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മാജിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരു കഥയാണ്. സ്പോട്ടി എന്ന ഡോൾഫിൻ്റെയും ടോമി എന്ന ഒരു കൊച്ചു ആൺകുട്ടിയുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് 5 ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടോമി ലിവ്ഡ് ഇൻ എ വില്ലേജ് ഇൻ എ സീസൈഡ് ടൗൺ ഓൺ എ മൗണ്ടൻ. അപ്പോൾ നമുക്കറിയാം ടോമി എവിടെയാണ് ജീവിച്ചത്? ടോമി സീസൈഡ് ടൗണിലാണ് ജീവിച്ചത്. ഓക്കെ. ഇനി അടുത്ത ടോമി കോൾഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ എന്താ വിളിച്ചത്? കാറ്റി, സ്പോട്ടി, കിറ്റി. അപ്പോൾ സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. സ്പോട്ടി എന്നാണ് വിളിച്ചത് അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം. വൈ ഡിഡ് ടോമി കോൾ ദ ഡോൾഫിൻ ബൈ ദാറ്റ് നെയിം? എന്തുകൊണ്ടാണ് ആ പേര് വിളിച്ചത്? അപ്പം ടോമി നോട്ടീസ്ഡ് എ സ്പെഷ്യൽ പാറ്റേൺ ഓൺ ദ ഡോൾഫിൻസ് ഫിൻ സോ ഹി കോൾഡ് സ്പോട്ടി. എന്തുകൊണ്ടാണ് ടോമി നോട്ടീസ്ഡ് എ സ്പെഷ്യൽ പാറ്റേൺ ഓൺ ദ ഡോൾഫിൻസ് ഫിൻസ്? അതുകൊണ്ടാണ് സ്പോട്ടി എന്ന് വിളിച്ചത്. അത് നമ്മൾ ആ പാസേജിൽ. നാലാമത്തെ ചോദ്യം. ടോമി വാക്ക്ഡ് അലോങ് ദ ബീച്ച് ഹി സോ സംതിങ് ഇൻ ദ വാട്ടർ. വാട്ട് വാസ് ഇറ്റ്? എന്തായിരുന്നു കണ്ടത്? ഡോൾഫിനാണ് കണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സീ. സീ എന്നർത്ഥം വരുന്ന ഒരു വേർഡ് നമ്മളോട് ചൂസ് ചെയ്യാനാണ്. എന്താണ്? ഓഷ്യൻ അല്ലേ? നമ്മൾ ഓഷ്യൻ. അപ്പോൾ 5 ചോദ്യങ്ങളും വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ്
ടീഷർട്ട്. റിക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ സെർച്ച്ഡ് എവരിവർ, എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു. അറ്റ് ലാസ്റ്റ് ഹി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അവൻ്റെ അമ്മനോട് പറഞ്ഞു, എൻ്റെ ടീഷർട്ട് കാണുന്നില്ല. പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് മദർ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ റിക്കി പറയാണ്, മോം, ഐ കാൺ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് എനിവർ. ഐ ഹാവ് ലുക്ക്ഡ് എവരിവർ. എൻ്റെ ഫേവറേറ്റ് ടീഷർട്ട് എവിടെയും കാണുന്നില്ല, ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി. മദർ, ഓക്കെ ലെറ്റ്സ് തിങ്ക്, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വോർ ഇറ്റ്. എന്നാൽ നീ ചിന്തിച്ച് നോക്ക്, നീ എപ്പോഴായിരുന്നു അത് ലാസ്റ്റ് ഇട്ടത്? റിക്കി, ഐ തിങ്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ. അത് ഇന്നലെയാണെന്നാണ് തോന്നുന്നത്. ഐ വോർ ഇറ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ ഞാനത് അണിഞ്ഞിരുന്നു. ഐ വോർ ഇറ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പം മദർച്ചയ്ക്ക്, ഡിഡ് യു ടേക്ക് ഇറ്റ് ഓഫ് വെൻ യു കെയിം ഹോം? നീ വീട്ടിലേക്ക് വന്നപ്പോൾ അത് എടുത്തിരുന്നോ? ഡിഡ് യു ടേക്ക് ഇറ്റ് ഓഫ് വെൻ യു കെയിം ഹോം? അപ്പോൾ എനിക്ക് പറയാ, ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇൻ ദ ലിവിങ് റൂം. ഞാനത് ലിവിങ് റൂമിലാണ് വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇൻ ദ ലിവിങ് റൂം. മദർ, ലെറ്റ്സ് ഗോ ചെക്ക് ഇൻ ദ ലിവിങ് റൂം ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് ദർ. എന്നാൽ ലിവിങ് റൂമിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. റിക്കി, ഓൾറെഡി ചെക്ക്ഡ് മോം, ഇറ്റ് ഈസ് നോട്ട് ദർ. അവിടെയൊക്കെ തപ്പി, പക്ഷേ അവിടെയൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു കോൺവെർസേഷൻ എഴുതുമ്പോൾ ഒരു 5 സംഭാഷണങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. 5 സംഭാഷണങ്ങളെങ്കിലും എഴുതണം. അതിൽ കൂടുതലായ ഒരു കുഴപ്പമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് കോൺവെർസേഷൻ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി 3. Ricky felt ashamed of his behavior when he discovered the real reason behind the butler Robert's strange activities. അപ്പോൾ റിക്കിക്ക് ഈ റോബോട്ടിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ കുറിച്ച് ആദ്യം വലിയൊരു ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു റീസൺ അറിഞ്ഞപ്പോൾ അവനക്ക് വളരെയധികം അവനോട് തന്നെ ഒരു ലജ്ജ തോന്നി. ലേറ്റർ ദാറ്റ് നൈറ്റ് ഹി റോട്ട് അബൌട്ട് ഹിസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി. വാട്ട് മൈറ്റ് ഹാവ് ഹി റിട്ടൺ ഇൻ ഹിസ് ഡയറി? പ്രിപ്പയർ ദ ലൈക്ലി ഡയറി ആൻഡ്. അപ്പോൾ അവൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ എന്തായിരിക്കും അവന് എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? പേര്, ഒരു ഡേറ്റ് എഴുതണം അല്ലേ? ഡേറ്റും എഴുതണം, സമയം എഴുതണം. അപ്പോൾ നമുക്ക് 18th August മൺഡേ 9 PM എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങളിവിടെ എഴുതണം കേട്ടോ. 8 അത് നിർബന്ധമാണ്. ഡയറിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. 18th August ഏതെങ്കിലും ഡേറ്റും അതേപോലെ ആ ദിവസത്തിൻ്റെ പേരും അതേപോലെ തന്നെ എന്തും എഴുതണം, സമയവും എഴുതണം. ഓക്കെ, ടുഡേ വാസ് എ ടഫ് ഡേ. ഇന്നൊരു ടഫ് ഡേ ആയിരുന്നു. ഐ ഡിസ്കവേർഡ് ദ ട്രൂത്ത് അബൌട്ട് റോബോട്ട് സ്ട്രേഞ്ച് ബിഹേവിയർ. ആ റോബോട്ടിൻ്റെ ഒരു സ്ട്രേഞ്ച് ബിഹേവിയറിനെ കുറിച്ച് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഐ വാസ് തിങ്കിങ് ഓൺലി അബൌട്ട് മൈ ഓൺ കൺവീനിയൻസ്. ഞാൻ എൻ്റെ സൗകര്യം മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. ഐ ഹാഡ് നോ ഐഡിയ ദ റോബോട്ട് വാസ് ട്രൈയിങ് ടു ഹെൽപ്പ് മീ ബിക്കം എ ബെറ്റർ പേഴ്സൺ. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ റോബോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഞാനൊരു നല്ലൊരാളാകാൻ വേണ്ടിയിട്ട് റോബോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. I had no idea the robot was trying to help me become a better person. I am ashamed of how I treated the robot and myself. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു, ഞാൻ എങ്ങനെയാണ് ആ റോബോട്ടിനെ ട്രീറ്റ് ചെയ്തത്. I realize now that I have been taking everyone and everything for granted. I promise to change my ways and become more considerate and responsible. ഞാൻ ഇന്നു മുതൽ എന്നെ തന്നെ മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ കൺസിഡറേറ്റും അതേപോലെ റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരു കുട്ടിയാകും. അപ്പോൾ ആദ്യം ഡേറ്റ് എഴുതുക. 18th August Monday 9 PM. Today was a tough day. I discovered the truth about robots' strange behavior. I was thinking only about my own convenience. I had no idea the robot was trying to help me become a better person. I am ashamed of how I treat the robot and myself. I realized now that I have been taking everyone and everything for granted. I promise to change my ways and become more considerate and responsible. അപ്പോൾ ഒരു 5 സെൻറ്റൻസെങ്കിലും നിങ്ങൾ മിനിമം എഴുതിയിരിക്കണം.
നമുക്ക് ഒരു അടുത്ത ആക്ടിവിറ്റി ലെറ്റർ റൈറ്റിംഗ് ആണ്. റിക്കി റോട്ട് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് മദർ അബൌട്ട് ദ റോബോട്ടാണ് ROBOT റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് എ ലൈക്ലി ലെറ്റർ. ഒരു ലെറ്റർ എഴുതാനാണ്. അപ്പോൾ ഈ റോബോട്ട് അച്ഛൻ കൊണ്ടുവന്ന റോബോട്ടിനെ പറ്റിയിട്ട് ഗ്രാൻഡ് മേക്ക് ഒരു കത്ത് എഴുതുകയാണ്. അപ്പോൾ കത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറിയിൽ എഴുതുന്ന പോലെ ഡയറിയിൽ നമ്മൾ ഡേറ്റും ദിവസത്തിൻ്റെ പേരും സമയവും നിർബന്ധമാണ്. ഡയറി എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ PM അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം. പിന്നെ നമ്മൾ അടുത്തത് സെല്യൂട്ടേഷനാണ്. നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരെ അഭിസംബോധന ചെയ്യണം. അപ്പം ഡിയർ ഗ്രാൻഡ് മാ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. സുഖമാണെന്ന് കരുതാണ്. യു നോ ഗ്രാൻഡ് മാ അറിയുമോ? വി ഗോട്ട് എ ന്യൂ റോബോട്ട് അറ്റ് ഹോം. ഞങ്ങൾ വീട്ടിലൊരു പുതിയ റോബോട്ടിനെ വാങ്ങി. ഇറ്റ്സ് ലൈക്ക് എ ബട്ട്ലർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് വിത്ത് ചോർസ്. അപ്പോൾ വീട്ടിലെ പണികൾക്കൊക്കെ സഹായിക്കുന്നു. ബട്ട് അറ്റ് ഫസ്റ്റ് ഐ വാസ് റിയലി മാഡ് അറ്റ് ഇറ്റ്. പക്ഷെ എനിക്ക് ആദ്യം അതിനെ കണ്ടപ്പോൾ ഭ്രാന്താണ് തോന്നിയത്. ഇറ്റ് ക്ലീൻഡ് മൈ റൂം ആൻഡ് ഐ കുഡിൻറ്റ് ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. അതെൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തു, പക്ഷേ എൻ്റെ ഫുട്ബോളും എൻ്റെ ടീഷർട്ടൊന്നും കാണാനില്ല. ഐ തോട്ട് ദ റോബോട്ട് വാസ് റോങ്ലി പ്രോഗ്രാംഡ്. ഞാൻ വിചാരിച്ചു ഈ റോബോട്ടിനെ റോങ്ലി പ്രോഗ്രാം ചെയ്തതാണ്. ബട്ട് ദെൻ ഐ റിയലൈസ്ഡ് ഇറ്റ് വാസ് ജസ്റ്റ് ട്രൈയിങ് ടു ഹെൽപ്പ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് എന്നെ സഹായിക്കുകയായിരുന്നു എന്ന്. ഇറ്റ് വാണ്ടഡ് ടു മേക്ക് മൈ റൂം ടൈഡി ആൻഡ് എഫിഷ്യൻറ്റ്. അതിന് എൻ്റെ റൂം നല്ല വൃത്തിയുള്ളതും എഫിഷ്യൻ്റ് ഉള്ളതും ആക്കി തീർക്കണമായിരുന്നു. നൗ ഐ ആം ട്രൈയിങ് ടു ബി മോർ ലൈക്ക് ദ റോബോട്ട്, കെയർഫുൾ ആൻഡ് ഓർഗനൈസ്ഡ്. ഇപ്പോൾ ഞാൻ റോബോട്ടിനെ പോലെ കുറച്ച് കെയർഫുള്ളും അതെ. നൗ ഐ ആം ട്രൈയിങ് ടു ബി മോർ ലൈക്ക് ദ റോബോട്ട്, കെയർഫുൾ ആൻഡ് ഓർഗനൈസ്ഡ്. ഐ വിഷ് യു കുഡ് മീറ്റ് ദ റോബോട്ട് ഗ്രാൻഡ് മാം. ഗ്രാൻഡ് മേക്കും കൂടി ആ റോബോട്ടിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് യു വുഡ് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് മേക്കും ഇഷ്ടപ്പെടും. മേ ബി നെക്സ്റ്റ് ടൈം യു വിസിറ്റ് യു ക്യാൻ സീ ഇറ്റ് ഇൻ ആക്ഷൻ. അതിനെ നേരിൽ കാണാം. ലവ്, റിക്കി. അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കാൻ. ഡിയർ ഗ്രാൻഡ് മാ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. യു നോ ഗ്രാൻഡ് മാ, വി ഗോട്ട് എ ന്യൂ റോബോട്ട് അറ്റ് ഹോം. ഇറ്റ്സ് ലൈക്ക് എ ബട്ട്ലർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് വിത്ത് ചോർസ്. ബട്ട് അറ്റ് ഫസ്റ്റ് ഐ വാസ് റിയലി മാഡ് അറ്റ് ഇറ്റ്. It cleaned my room and I couldn't find my favorite t-shirt and football. I thought the robot was wrongly programmed, but then I realized it was just trying to help. It wanted to make my room tidy and efficient. Now I am trying to be more like the robot, careful and organized. I wish you could meet the robot, Grandma. I think you would like it. Maybe next time you visit you can see it in action. Love, Ricky. ഓക്കെ, അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചു, ഡയറി റൈറ്റിംഗ് പഠിച്ചു, ഒരു കോൺവേഴ്സേഷൻ പഠിച്ചു. നെക്സ്റ്റ് ഒരു പോസ്റ്ററാണ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുന്നതിൻ്റെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരു ജസ്റ്റ് ഒരു മോഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 സ്ലോഗൻസ് അബൌട്ട് മിസ്യൂസ് ഓഫ് ഗാഡ്ജറ്റിൻ്റെ മിസ്യൂസിനെ കുറിച്ച് 2 സ്ലോഗൻസ് എഴുതാനാണ്. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ലോഗൻസ്. ഓക്കെ, ഹാങ് അപ്പ് ഓൺ അഡിക്ഷൻ, ഡിസ്കണക്ട് ടു റീകണക്ട്, ബ്രേക്ക് ഫ്രീ ഫ്രം ദ ഗ്രിപ്പ് ഓഫ് ഗാഡ്ജറ്റ്, പുട്ട് ഡൗൺ യുവർ ഫോൺ, പിക്ക് അപ്പ് യുവർ ലൈഫ്, ഡോണ്ട് ലെറ്റ് സ്ക്രീൻസ് കൺട്രോൾ യുവർ ഡ്രീംസ്, മൊബൈൽസ് ആർ ടൂൾസ് നോട്ട് ടോയ്സ്, unplug and unwind, recharge your life not just your phone, take back control, put down your phone, live life, don't just swipe through it. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 സ്ലോഗൻസ് എഴുതി വെക്കുക. ഇനി പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സെൻറ്റൻസ് ആ പോസ്റ്ററിൽ കൂട്ടിച്ചേർക്കുക. ലാസ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോയിങ് ദ പാസേജ് ആറ്റ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റൺ ഡൗൺ ദ പാത്ത്. അപ്പോൾ റൺ ഡൗൺ എന്ന് ഒരിക്കലും പറയില്ല, പാസ്റ്റ് ടെൻസിലാണ് ഇത്. റാൻ ഡൗൺ. ഓക്കെ. ഇനി അടുത്ത പാരൻറ്റ് സഡൻലി സ്ക്രീച്ച്ഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഫ്ലൂ ഓവർ ലോ ഹിസ് ഹെഡ്. അപ്പോൾ ഫ്ലൂ ലോ ഓവർ ആണ്. ഇവിടെ ഈ വേർഡ്സ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഓക്കെ, ഫ്ലാഷ് ഫോർ റെഡ് ആൻഡ് ഗ്രീൻ. ഇതാ വരുമ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? റാൻ ടെൻസ് ആണ്. സ്ക്രീച്ച്ഡ് സ്പെല്ലിംഗ് ആണ് മിസ്റ്റേക്ക്. ഇവിടെ നോക്ക് SCREACHD ആണ്. ശരിക്കും അതല്ല സ്പെല്ലിങ്, ഇതാണ് സ്പെല്ലിങ് സ്ക്രീച്ച്ഡ്. പിന്നെ വേർഡ് ഓർഡർ തെറ്റിച്ചിട്ടാണ് അടുത്ത കൊടുത്തത്. ലോ
ഓവർ. ഓക്കെ, പിന്നെ 4 അല്ല, ഓഫാണ് വേണ്ടത്. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. പിന്നെ അടുത്തത് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ ഇത് എന്തായാലും എഡിറ്റിങ്ങിൽ ഈ 3 കമ്പൽസറിയാണ്. ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ ഇതേപോലത്തെ ഉണ്ടാകും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ തെറ്റിച്ചത്, അല്ലെങ്കിൽ വേർഡ് ഓർഡർ തെറ്റിച്ചത്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതാണ് പൊതുവെ എല്ലാ എഡിറ്റിങ്ങിലും വരാറ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. 6 ആക്ടിവിറ്റീസും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കറിയാം 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.